അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന ബുക്കിലെ 22ാമത്തെ ശ്ലോകം 4-ാം അധ്യായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ശ്ലോകമാണ്. അപ്പൊ ആദ്യം ശ്ലോകത്തിലോട്ട് പോകാം. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. ഇതെന്താ അർത്ഥമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ തടസ്സങ്ങൾ വരും. അതെന്തൊക്കെ തടസ്സങ്ങളാണ്? ആ തടസ്സങ്ങള് അല്ലെങ്കിൽ നമ്മളെ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭയമാണ്, അല്ലെ? അതായത് ഞാൻ ഇത് ചെയ്ത, ശ്രദ്ധിക്കണം, ഞാൻ ഇത് ചെയ്ത എനിക്ക് ദോഷമാവുമോ? ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യം നടക്കാതെ എന്റെ സമയം പാഴാകുമോ? ഇവിടെയൊക്കെ ഞാൻ എനിക്ക് അങ്ങനത്തെ ഈ ഞാനും എനിക്കും എന്ന വാക്കുകൾ വരുന്നത് കൊണ്ടല്ലേ നമുക്ക് ആ പേടി വരുന്നത്? എനിക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ. അപ്പോ അങ്ങനെ ഉള്ള പേടികൾ വരുന്നുണ്ട്. ഇനി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തടസ്സങ്ങൾ വരാം. തടസ്സങ്ങൾ വന്നാൽ എന്ത് പറ്റും? തടസ്സങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് ഭയം ഉണ്ടാവുകയാണെങ്കിൽ, അയ്യോ ഇത് ഞാൻ ചെയ്യുന്നത് വഴി എനിക്ക് പ്രശ്നം ഉണ്ടാവല്ലോ, ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിന് അത് ഒരു തടസ്സമാണല്ലോ, അപ്പൊ അത് എന്നെ ബാധിക്കുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന തടസ്സങ്ങൾ കാരണം നമ്മൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ വരുന്ന തടസ്സങ്ങൾ നമ്മൾക്ക് വിഷമം ഉണ്ടാക്കിയില്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും അത് ഫലം തന്നാലും, അതായത് ലൗകിക ഫലം തന്നാലും ലൗകിക ഫലം തന്നില്ലെങ്കിലും നമ്മൾക്ക് വിഷമം ഉണ്ടാക്കില്ല എങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ മടിക്കില്ല. നമ്മൾ എന്തായാലും ആ കാര്യം ചെയ്തിരിക്കും. അപ്പോ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിദ്ധാവിസിദ്ധോ, ജയിച്ചാലും അസിദ്ധോ, ജയിച്ചില്ലെങ്കിലും, ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, യദൃച്ഛാലാഭ സന്തുഷ്ടോ, അതിൽ നിന്നും കിട്ടുന്ന ലൗകിക സുഖങ്ങളെ പറ്റി ആലോചിക്കാതിരിക്കുകയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ ആലോചിക്കാതിരിക്കാനും ഇതിനും ആ ഒരു മനസ്ഥിതി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മനസ്ഥിതി വരണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ദ്വന്ദ്വാതീത, രണ്ടാമത്തത് വിമത്സരഃ. ദ്വന്ദ്വാതീത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം എനിക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാവുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ലേ? ഞാൻ ഇത് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഇത് ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്, ഞാൻ ഇത് ചെയ്യുന്നത് പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്കത് ചെയ്യാനുള്ള കുറച്ചും കൂടെ ഒരു പ്രചോദനം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവരെല്ലാം ഭഗവാനാണെന്ന് കരുതണം. എന്നിട്ട് ഭഗവാനെ അത്രയും ആദരിക്കുകയും വിശ്വസിക്കുകയും ഭഗവാനെ അത്രയും സ്നേഹിക്കുകയും ചെയ്യണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ എല്ലാം, ചുറ്റുമുള്ള എല്ലാവരെയും, ചുറ്റുമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും പഞ്ചഭൂതങ്ങളെയും എല്ലാം നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കും. അങ്ങനെ
സ്നേഹിച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു ഭഗവാനായി മാറും. കാരണം നിങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഭഗവാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഭഗവാനും നമ്മളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഭഗവാനുണ്ട്, നിങ്ങളുടെ ചുറ്റും ഭഗവാനുണ്ട്, ഈ പ്രപഞ്ചത്തിൽ മൊത്തം ഭഗവാൻ ഉണ്ട് എന്ന ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ വരികയും പിന്നീട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ ചെയ്യുന്ന പോലെ ചെയ്യുകയും നിങ്ങൾ ഭഗവാനാവുകയും ചെയ്യും. അപ്പോ നിങ്ങളും ഭഗവാനും രണ്ടായില്ല, ദ്വന്ദ്വ, രണ്ടായില്ല, നിങ്ങൾ രണ്ടും ഒന്നായി. അദ്വൈതം, രണ്ടല്ല, അദ്വൈതം, രണ്ടല്ല, ഒന്നാണ്. വിമത്സര ഇതിന് ഈ ഒരു മനോഭാവം വന്ന ഇതിനൊരു ഗുണം കൂടിയുണ്ട്. നമ്മൾക്ക് വിമത്സരഹയാവും, അതായത് മാത്സര്യ ബുദ്ധി നശിക്കും നമ്മളിൽ. കാരണം വേറൊരാള് വളരുന്നത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വിമത്സരരാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ആൾക്കാരെ വിമത്സരർ എന്ന് പറയുന്നു. അത് വരാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ വളർന്ന് വലുതായിട്ട് അവരെന്നെ നശിപ്പിക്കുമോ എന്ന ഭയമാണ് ഇതിന് മൂലകാരണം. ഞാൻ മുന്നേ പറഞ്ഞ ആ സങ്കല്പം എടുക്കുകയാണെങ്കിൽ, ഞാനും മറ്റുള്ളവരും എല്ലാം ദൈവമാവുന്നു. മറ്റുള്ളവർ വളരുകയാണെങ്കിൽ അവരെ ഞാൻ സ്നേഹിച്ചാൽ അവരുടെ വളർച്ചയിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങളും അത് എനിക്കും നേടാനുള്ളൊരു അവസരം ആണല്ലോ. മറ്റുള്ളവരെ വളർത്തിയത് എന്തിനാന്ന് പറഞ്ഞാൽ അവരെങ്ങനെ വളർന്നു എന്ന് നമ്മൾ പഠിക്കാനും, അവരുടെ വളർച്ചയിൽ നിന്നും നമ്മൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ ആ വളർച്ചയിൽ നിന്നും അവർ നമ്മളെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോ അദ്വൈതമായാൽ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും, അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വഴി മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷമവും ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ വിമത്സരരാകുന്നു. അപ്പൊ എല്ലാവരും വിമത്സരരാവാനും ദ്വന്ദ്വാതീതരാവാനും അതുവഴി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സുഗമമായി ചെയ്യാനും ഉള്ളൊരു അവസരം ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ